കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് മുന്നണികൾ ഇപ്പോൾ ഭയപ്പാടിൻ്റെ നിഴലിലാണ്. LDFും UDFും. ഭരണം മാറി മാറി വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ UDF ഇരിക്കുകയായിരുന്നു. 2021 ആ മോഹം പൊലിഞ്ഞു എന്നേക്കുമായിട്ട്. മുഖ്യമന്ത്രി വേഷം കെട്ടി നിന്നവരൊക്കെ ആ ചായമെല്ലാം അണിയറയിൽ പോയി അഴിച്ചു മാറ്റി അവിടെ നിന്ന് ഏങ്ങലടിച്ച് കരഞ്ഞു തീർത്തു. എന്നാലും ചെന്നിത്തലയ്ക്ക് ഇപ്പോഴും അല്പം ബാക്കി മോഹം നിൽപ്പുണ്ട്. ആ മോഹം പൂവണിയുമോ എന്നാണ് കാത്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അല്പം അങ്കലാപ്പിലുമാണ്. LDFിനെ സംബന്ധിച്ചിടത്തോളം തുടർഭരണം കിട്ടില്ല എന്ന് ഉറപ്പായി. സംസ്ഥാന സമ്മേളനം കഴിയുന്നിടം വരെ അവർക്ക് പ്രതീക്ഷയായിരുന്നു തുടർഭരണമെന്നും പറഞ്ഞു. പിണറായി വിജയന് ക്ലീൻ ചിറ്റും കൊടുത്ത് അങ്ങ് പാർട്ടി സമ്മേളനത്തിലേക്ക് അയക്കുകയും ചെയ്തു. പക്ഷേ അവിടെ ചെന്നപ്പോൾ കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു. അതിനിടയ്ക്ക് മാസപ്പടി കേസ് വീണ്ടും വന്നു. അങ്ങനെ പിണറായി വെട്ടിലാവുകയും ചെയ്തു. അപ്പോൾ തുടർഭരണത്തിൻ്റെ കാര്യം ഏതാണ്ട് തീർച്ചയായി. ഈ രണ്ട് മുന്നണികളും ഭയക്കുന്നത് ആരെ? കേരളത്തിലേക്ക് ശക്തി പ്രാപിച്ചു വരുന്ന NDA മുന്നണി, BJP നേതൃത്വം കൊടുക്കുന്ന മുന്നണി. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖറിനെ കേന്ദ്ര നേതൃത്വം ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുകയാണ്. അത് മോദി അമിത്ഷാ കൂട്ടുകെട്ടിൻ്റെ തീരുമാനമാണ്. അല്ലാതെ വെറുതെ ഒരു നിയമനമല്ല നടത്തിയിരിക്കുന്നത്. വളരെ കൃത്യമായ ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തന രീതികളെല്ലാം തന്നെ നേരത്തെ തന്നെ തയ്യാറാക്കി വച്ചിരിക്കുകയാണ്. അതായത് ഒരു മാസ്റ്റർ പ്ലാനോടുകൂടി BJP രംഗത്തിറങ്ങിയിരിക്കുകയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് വിഹിതം കണക്കാക്കി തന്നെയാണ് ഇവർ മുന്നോട്ട് നീങ്ങുന്നത്. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ ഒരു നിർണായക ശക്തിയായി മാറാൻ കഴിയും എന്ന് BJP കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ഗ്രൂപ്പിസംകാരെയും ഒതുക്കി നിർത്തിയിട്ട് ഏവർക്കും സുസമ്മതനായ രാജീവ് ചന്ദ്രശേഖറിനെ തന്നെ ഇറക്കിയത്. രാജീവ് ചന്ദ്രശേഖറിനെ ഇറക്കിക്കഴിഞ്ഞപ്പോൾ ഗ്രൂപ്പ് കളിച്ചവരെല്ലാം തന്നെ പത്തി മടക്കി രാജീവിൻ്റെ കുടക്കീഴിൽ വന്നിരിക്കുകയാണ്. ഇനി അതേ രക്ഷയുള്ളൂ. കേരളത്തിലെ BJP ശക്തി പ്രാപിക്കാനുള്ള സാധ്യതകൾ പലതുമുണ്ട് എന്നാണ് മുൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. താഴെത്തട്ടിലുള്ള പ്രവർത്തനം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നെല്ലാം കണക്ക് കൂട്ടിയിരിക്കുകയാണ്. 11 നിയമസഭാ മണ്ഡലങ്ങളിലാണ് മുന്നിൽ നിൽക്കുന്നത്, 1-ാം സ്ഥാനത്ത്. 18 നിയമസഭാ മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനത്തും. ഇത് ചെറിയൊരു മുന്നേറ്റമല്ല. ഇതിനകത്ത് ഇനിയും മാറ്റം വരാം. കുറയാനുള്ള സാധ്യതയല്ല, കൂടാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഇത് ഇക്കാരണങ്ങളാലാണ് ഇരു മുന്നണികൾക്കും ഭയം. ഇരു മുന്നണികൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് CPM-ഉം മറ്റത് കോൺഗ്രസുമാണ്. ബാക്കിയൊക്കെ ഘടകകക്ഷികളാണല്ലോ. അവർക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാം. ഇപ്പോൾ LDFിലെ തന്നെ ഘടകകക്ഷികൾ ഒരുപക്ഷെ ഭരണം UDFന് കിട്ടില്ല എന്നായി തീർന്നാൽ പോകാനുള്ള സാധ്യത NDAയിലേക്ക് തന്നെയാണ്. എന്തിന്? കേരള കോൺഗ്രസ്, ഇരു മുന്നണികളിലുമുള്ള കേരള കോൺഗ്രസുകൾ NDA മുന്നണിയിലേക്ക് ചേക്കേറിയാൽ അതിലൊന്നും അതിശയിക്കേണ്ട കാര്യമില്ല. കാരണം ഈ കേരള കോൺഗ്രസ്സിലെ നല്ലൊരു വിഭാഗവും ക്രൈസ്തവരാണ്. ക്രൈസ്തവരൊക്കെ തന്നെ ഇപ്പോൾ BJPയോട് അടുപ്പം കാണിച്ചു നിൽക്കുന്നവരാണ്. വളരെ അടുപ്പത്തിലാണ്. പ്രത്യേകിച്ച് ഈ വഖഫ് വിഷയം വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലായി. പല ക്രൈസ്തവ നേതാക്കന്മാരും BJPയിലുള്ളവർ ഇക്കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ജേക്കബ് തോമസ്, ഷോൺ ജോർജ്,
PC ജോർജ്, അൽഫോൻസ് കണ്ണന്താനം, ഇവരുടെയൊക്കെ മുൻനിര നേതൃത്വം ഈ ക്രൈസ്തവ വിഭാഗത്തിലുള്ളവരെ കൂടുതലായിട്ട് BJPയിലേക്ക് ചേർക്കും. അപ്പോൾ ഇരു മുന്നണികളിലുമുള്ള കേരള കോൺഗ്രസ് തീർച്ചയായിട്ടും NDA മുന്നണിയിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ ഏറെ നാൾ കൊണ്ട് പറയുന്നുണ്ട് ജോസ് കെ മാണി വിഭാഗം ചിലപ്പോൾ NDAയിലേക്ക് വരാം. ജോസ് കെ മാണിക്ക് കേന്ദ്ര സഹമന്ത്രി പദം വരെ വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ NDA മുന്നണിയിലുള്ളതാണ് BDJS. BDJSന് ഇനിയും വേണ്ട തരത്തിലുള്ള പരിഗണന കിട്ടിയില്ല എന്നുള്ള പരാതി നിൽക്കുന്നുണ്ട്. പക്ഷേ ആ പരാതി പരിഹരിക്കുന്നതിന് വേണ്ടി തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടത്ര സ്ഥാനം നൽകും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ താഴെത്തട്ടിൽ വേണ്ട തരത്തിൽ BJPക്ക് ഒരു വളർച്ച ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ പാർട്ടി താഴെത്തട്ടിൽ മുതൽ വളർന്നു വരണം. അവിടെ ആയിരിക്കും വോട്ട് വിഹിത വർധനവുണ്ടാകുന്നതും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ ഏതാണ്ട് BJP വെറുതെ അങ്ങ് മത്സരിക്കുകയല്ല, 5000 വാർഡുകൾ മുന്നിൽ കാണുന്നുണ്ട്. ഈ 5000 വാർഡുകളും പിടിച്ചെടുക്കുക. അപ്പോൾ പല പഞ്ചായത്തുകളും BJPയുടെ ഭരണത്തിന് കീഴിലാകാം. മുനിസിപ്പാലിറ്റി, നഗരസഭ, തിരുവനന്തപുരം നഗരസഭ തന്നെ നമുക്കറിയാം ഭരണത്തോടടുത്ത് നിൽക്കുകയാണ്. പ്രധാന പ്രതിപക്ഷമാണ് BJP ഇവിടുത്തെ. അതുപോലെ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലുണ്ടായ വിജയം നഗരസഭയിലും കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം സുരേഷ് ഗോപി അവിടെ ഈ ക്രൈസ്തവ സഭയുമായിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ ബന്ധം അത് മാതൃകയാക്കണമെന്നാണ് പറയുന്നത്. മറ്റിടങ്ങളിലും ക്രൈസ്തവരെ മുഴുവൻ BJPയിലോട്ട് അടുപ്പിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ പോലും ഇപ്പോൾ സുരേഷ് ഗോപിക്കാണ്. സുരേഷ് ഗോപിയുടെ അവിടുത്തെ പ്രവർത്തന രീതി മാതൃകയാക്കണമെന്നാണ് ശോഭാ സുരേന്ദ്രൻ തന്നെ പിന്നീട് പറഞ്ഞിട്ടുള്ളത്. ശോഭാ സുരേന്ദ്രനും അത്തരത്തിലുള്ള പ്രവർത്തന രീതികളാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഒരിടത്ത് പരാജയപ്പെട്ടു എന്ന് വിചാരിച്ച് അവിടെ ഇട്ടെറിഞ്ഞിട്ട് കൈകഴുകി പോവുകയല്ല വേണ്ടത്. സുരേഷ് ഗോപി 19 അവിടെ മത്സരിച്ച് തൃശ്ശൂരിൽ പരാജയപ്പെട്ടു, മണ്ഡലം വിട്ടുപോയിട്ടില്ല, അവിടെ നിന്നു, അവിടുത്തെ ജനകീയ പ്രശ്നങ്ങളെല്ലാം ഏറ്റെടുത്തു, തൃശ്ശൂരിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, അവിടുത്തെ ജനങ്ങളെ മനസ്സിലാക്കി, ഇതിനനുസരിച്ച് മുന്നോട്ട് പോയി. അപ്പോൾ അതിൻ്റെ ഫലം കണ്ടു. അപ്പോൾ അത്തരത്തിലുള്ള ഫലം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തന രീതികളായിരിക്കണം BJPയിൽ നിന്നുണ്ടാകേണ്ടത്. സുരേഷ് ഗോപി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഓരോ പാർട്ടിക്കും പാർട്ടി ഓഫീസുകളുണ്ടല്ലോ. ഇത് വെറും ഒരു ഇവിടെ ഇതിനൊരു ഘടകമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ഒന്നായി മാറരുത്. അത് ജനങ്ങളെ സഹായിക്കുന്ന ഇടങ്ങളായി മാറണം. അതായത് സേവാ കേന്ദ്രങ്ങളായി മാറണം. അതിപ്പോൾ ഏത് പാർട്ടിക്കായാലും അതാണ് വേണ്ടത്. നമ്മുടെ പല CPMൻ്റെയോ മറ്റുള്ളവരുടെയൊക്കെ അവരുടെ പാർട്ടി ഓഫീസുകളെന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെ സഖാക്കന്മാർക്കിരുന്ന് സൈദ്ധാന്തിക വിചാരം നടത്താനുള്ള ഒരു വേദി മാത്രമാണ്. അങ്ങനെ ആകരുത്. സേവാ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ട് അതിലൂടെ ജനങ്ങളുമായിട്ട് കൂടുതൽ അടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ BJP ഇത്തരത്തിലൊരു മുന്നേറ്റം കുറിക്കുമ്പോൾ LDFിലെയും UDFിലെയും ഘടകകക്ഷികൾ അവിടം വിട്ടിറങ്ങി വരാനുള്ള സാധ്യതകൾ കൂടുതൽ കാണുകയാണ്. അതാണ് രാജീവ് ചന്ദ്രശേഖർ ഉന്നമിടുന്നതും ഘടകകക്ഷികളെ NDAയിലേക്ക് കൊണ്ടുവന്ന് മുന്നണി വിപുലീകരിക്കുക. അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്കും കേരളത്തിലെ BJP പോകുന്നു.